നിഴലും വെളിച്ചവും. ഇവിടെ ഒരു ബോളിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. നമുക്കത് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറാണ് തുറക്കേണ്ടത്. നമ്മൾ നേരത്തെ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തുറന്നതുപോലെ തന്നെ നമുക്കിവിടെ ആപ്ലിക്കേഷൻ മെനുവിൽ ക്ലിക്ക് ചെയ്യാം. ഷോ ആപ്ലിക്കേഷൻ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ INK എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ക്സ്കേപ്പ് വരും. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ക്സ്കേപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് വിൻഡോ വന്ന് അവിടെ ന്യൂ ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ക്സ്കേപ്പിൻ്റെ ജാലകം ഇവിടെ തുറന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വരയ്ക്കേണ്ടത് ഒരു ഗോളമാണ്. അതിനാദ്യമായിട്ട് നമുക്കൊരു വൃത്തം വരക്കാം. ക്രിയേറ്റ് സർക്കിൾ എലിപ്സ് ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്കൊരു സർക്കിൾ വരക്കാം. ഇതിൻ്റെ ഒബ്ജക്റ്റ് മെനുവിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ സ്ട്രോക്ക് നമുക്ക് ഒഴിവാക്കാം. ഫിൽ കളർ മാത്രം മതി. ഇതിൽ തന്നെ ഇതിൻ്റെ നിറം നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു നിറം തന്നെ നൽകാം. ഇനി ഇതിൻ്റെ വ്യത്യസ്തമായ നിറങ്ങൾ ഇവിടെ നിന്ന് നൽകാൻ കഴിയും. ഇനി ഇതിൽ ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ഗ്രേഡിയൻറ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്കിതിൽ ഗ്രേഡിയൻറ്റ് നൽകേണ്ടത്. നമ്മൾ നേരത്തെ നൽകിയത് ലീനിയർ ഗ്രേഡിയൻ്റ് ആയിരുന്നു. ഇവിടെ ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ഗ്രേഡിയൻറ്റ് ടൂൾ സെലക്ട് ചെയ്യുന്നു. നമുക്കറിയാം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഒരു ഗ്രേഡിയൻ്റാണ് ലഭിക്കുക. പക്ഷേ ഇവിടെ ഇത് സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു ലീനിയർ ഗ്രേഡിയൻ്റാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണ്ടത് റേഡിയൽ ഗ്രേഡിയൻ്റാണ്. അപ്പോൾ റേഡിയൽ ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ നൽകുന്ന നിറങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൻ്റെ ഈ ഭാഗത്ത് ഒരു ലൈറ്റ് കളറും പുറത്തേക്ക് ഡാർക്ക് ആണ് നമുക്ക് നൽകേണ്ടത്. അപ്പോൾ ഞാൻ ഈ പുറത്തുള്ള ഈ നോഡ് സെലക്ട് ചെയ്ത് അവിടെ ഞാനൊരു ഡാർക്ക് കളർ സെലക്ട് ചെയ്തു. അകത്തുള്ള ഈ നോഡ് സെലക്ട് ചെയ്ത് അവിടെ ഞാനൊരു ലൈറ്റ് കളറും സെലക്ട് ചെയ്തു. നോഡ് നമുക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങളിലേക്ക് മാറ്റി വെക്കാം. ഇതിൻ്റെ അളവ് നമുക്ക് കുറക്കാനും കഴിയും. അപ്പോൾ ഈ രൂപത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതൊരു ഗോളാകൃതിയായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിനൊരു ഷെയ്ഡാണ് ആവശ്യം. ഷെയ്ഡ് നൽകുന്നതിന് വേണ്ടി സർക്കിൾ വരച്ചതിന് ശേഷം ബ്ലർ ചെയ്യാം. നോക്കൂ, ഇവിടെ ഇതിൻ്റെ നിഴൽ താഴ്ഭാഗത്തായതുകൊണ്ട് ഇതിൻ്റെ വെളിച്ചം മുകൾ ഭാഗത്തേക്കായിട്ട് ക്രമീകരിക്കാം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഈ എഡിറ്റ് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഈ ലൈറ്റ് ഈ ഭാഗത്തേക്കും ഈ നോഡുകളൊന്ന് ഈ ഭാഗത്തേക്ക് വെളിച്ചം വരുന്ന രൂപത്തിലേക്ക് ക്രമീകരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ താഴെ നിഴൽ വേണം. അതിനുവേണ്ടി ഞാനൊരു സർക്കിളും കൂടെ ഇവിടെ വരക്കുന്നു. അപ്പോൾ നിഴൽ ക്രമീകരിക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ക്രിയേറ്റ് സർക്കിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഒരു സർക്കിൾ വരക്കുന്നു. നിങ്ങൾക്ക് അതിൻ്റെ ഒരു നിറം സെലക്ട് ചെയ്യാം. ഏകദേശം ഈ ഭാഗത്താണ് നിഴൽ വരേണ്ടതെങ്കിൽ അവിടെ ഇത് ക്രമീകരിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പേജ് ഡൗൺ പേജ് അപ്പ് ഉപയോഗിച്ച് ഞാനിവിടെ പേജ് ഡൗൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് താഴ്ഭാഗത്തേക്ക് പോകും. ഇനി ഇതിനൊരു ബ്ലർ എഫക്റ്റാണ് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒബ്ജക്റ്റ് മെനുവിലെ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ പോകുന്നു. ഫിൽ ആൻഡ് സ്ട്രോക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ ഒപ്പാസിറ്റി അതുപോലെ ബ്ലർ എന്ന് കാണാം. ഞാൻ ഈ ബ്ലർ ഒന്ന് കൂട്ടി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഭാഗത്തൊരു നിഴൽ വന്നായിട്ട് കാണാം. ഈ നിഴൽ നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഇതൊരൊറ്റ ഒബ്ജക്റ്റായിട്ട് വേണമെങ്കിൽ ഒബ്ജക്റ്റ് മെനുവിൽ ഗ്രൂപ്പ് കൊടുത്തുകൊണ്ട് ഇതൊരൊറ്റ ഒബ്ജക്റ്റായിട്ട് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വലിപ്പമൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം ക്രമീകരിക്കാം. തുടർ പ്രവർത്തനങ്ങളിൽ നൽകിയിട്ടുള്ള ഈ ഒരു പ്രവർത്തനം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇങ്ക്സ്കേപ്പ് ഉപയോഗിച്ച് ഇതുപോലുള്ള കൂടുതൽ സ്മൈലുകൾ തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടുള്ളത്. ഇത്തരത്തിലുള്ളൊരു സ്മൈലുകൾ നിങ്ങൾക്ക് തയ്യാറാക്കാൻ ഇപ്പോൾ കഴിയും. എങ്കിലും നമുക്ക് ഒന്നോ രണ്ടെണ്ണോ നമുക്ക് തയ്യാറാക്കി നോക്കാം. നമുക്ക് ഇതേ ക്യാൻവാസ് തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. മഞ്ഞ നിറത്തിലുള്ള ഒരു വൃത്തമാണ് വരയ്ക്കേണ്ടത്. ഇതിന് നമുക്കൊരു മഞ്ഞ നിറം നൽകാം. ഓക്കെ, ഇനി ഇതിനകത്ത് രണ്ട് കറുത്ത ചെറിയ വട്ടുകൾ വേണം. അതിനുവേണ്ടി വീണ്ടും ഇതിന് നിറം കറുപ്പാണ് വേണ്ടത്.
അതിൻ്റെ വലുപ്പം ഒന്ന് കുറക്കാം. കൺട്രോൾ ഡി അമർത്തി കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആവും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒന്നുകൂടെ കിട്ടും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള സ്മൈലികൾ ഇതിൽ നിർമ്മിക്കാൻ കഴിയും. ഇനി നമുക്ക് ഇവിടെ ചിരിക്കുന്ന ഒരു സ്മൈലിയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഡ്രോ ബേസിയർ കർവ് ടൂൾ ഇതിന് ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് അവസാനിപ്പിക്കുന്നു, ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ എഡിറ്റ് പാത്ത് ബൈ നോട്ട് ടൂൾ ഉപയോഗിച്ച് നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് താഴേക്ക് വളക്കാം. അതുപോലെ ഇതിൻ്റെ കനം ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കനം, സ്ട്രോക്കിലുള്ള കനം, സ്ട്രോക്ക് സ്റ്റൈലിൽ നമുക്കിതിൻ്റെ കനം ആവശ്യമായൊരു കനം നൽകാം. ആ കണ്ണിനോട് യോജിക്കുന്ന നിറത്തിലുള്ള ഒരു കനം നമുക്ക് നൽകി ഇതിൻ്റെ വലിപ്പമൊക്കെ നമുക്കിവിടെ വ്യത്യാസപ്പെടുത്താം. ഓക്കെ, ഇതേപോലെ ഗ്രൂപ്പ് ചെയ്യാം. നമുക്കിതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൺട്രോൾ ഡി അമർത്തി ഞാൻ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ മാറ്റി വെക്കുന്നു. ഇത് നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. കൺട്രോൾ ജി ഗ്രൂപ്പ് ചെയ്തു. വീണ്ടും കൺട്രോൾ ഡി അമർത്തി ഇതിനൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഇവിടെ ഇത് ഒരു ചിരിക്കുന്ന ഇതാണെങ്കിൽ ഇതിനെ നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്യാം. ഫ്ലിപ്പ് ഹൊറിസോണ്ടലി, വെർട്ടിക്കലി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ താഴെ പോയിട്ടുണ്ട്. അതിന് ഞാൻ പേജ് അപ്പ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിന് മുകളിലേക്കും വരും. ഇതിൻ്റെ വലിപ്പം നമുക്ക് വ്യത്യാസപ്പെടുത്താം. ഓക്കെ, കൺട്രോൾ ജി ഗ്രൂപ്പ് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ ജി ഗ്രൂപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ഇമോജികൾ നിർമ്മിക്കാനും ഇതിൽ കഴിയുന്നു. ഫയൽ സേവ് ചെയ്യുക.